الحمد لله الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുഴുവൻ മേഖലകളിലും പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖിൽ വിജയിച്ച് പരലോകത്ത് വിചാരണയിൽ വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളോടൊപ്പം മുർസലീങ്ങളോടൊപ്പം ഇടം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നാഥൻ നമ്മേവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ രാജ്യം, ഈ രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിലാണ് ഇന്ന് നാം ഉള്ളത്. നാം ഓരോരുത്തരും ഈ രാജ്യത്ത് പിറന്നു വീണ പൗരൻ എന്ന നിലയിൽ പൗരത്വം കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം, നമ്മുടെ ആദർശം, അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളുമാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ടതും ഗൗരവപൂർവം പരിഗണിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ മറ്റു പ്രദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ആധുനികവും പൗരാണികവുമായ വിവിധ കാലഘട്ടങ്ങളിലെ മുസ്ലിമീങ്ങൾ ജീവിച്ച നാടുകളെയും പരിസരങ്ങളെയും ഭരണപ്രദേശങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 3 തരത്തിൽ അവയെ നമുക്ക് വിഭജിച്ചെടുക്കുവാൻ സാധിക്കും. അതിലൊന്ന് ദാറുൽ ഇസ്ലാമാണ്, ഇസ്ലാമിക ഭരണപ്രദേശമാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്തനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഭരണപ്രദേശങ്ങൾ.
മറ്റൊന്ന് ദാറുൽ ഹറബാണ്. ദാറുൽ ഹർബിന്റെ പ്രത്യേകത ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച ഇസ്ലാമിക വിരുദ്ധമായ ഭരണപ്രദേശങ്ങൾ. മൂന്നാമതായിട്ട് ഇസ്ലാമേതര ഭരണപ്രദേശങ്ങൾ. അതിനെ ദാറുൽ സുൽഹായും ദാറുൽ ദഅവയായും ദാറുൽ ലഹ്ദായും പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അതായത് മുസ്ലിമീങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കുവാനും ആ മതം പ്രബോധനം ചെയ്യുവാനും സ്വാതന്ത്ര്യമുള്ള ഇസ്ലാമേതര ഭരണപ്രദേശങ്ങൾ. ഈ മൂന്ന് തരത്തിലുള്ള ഭരണപ്രദേശങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇതിൽ ദാറുൽ ഇസ്ലാമോ ദാറുൽ ഹർബോ അല്ല, മറിച്ച് ദാറുൽ ദഅവയാണ്. ഒരു മതവിശ്വാസി എന്ന നിലയിൽ ഈ രാജ്യത്ത് നാം ഉൾക്കൊള്ളുന്ന മതം അത് അനുധാവനം ചെയ്യുവാൻ, അതിൻ്റെ അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ, അതിലെ ചര്യകളും അനുഷ്ഠാനങ്ങളും ഏത് നിലയിലും അനുഷ്ഠിക്കാനും അതിനെക്കുറിച്ചുള്ള പ്രബോധനം നടത്തുവാനും സ്വാതന്ത്ര്യം നൽകുന്ന മണ്ണാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മണ്ണ്, ഈ രാജ്യം. ഒരു മതവിശ്വാസി എന്ന നിലയിൽ ഇസ്ലാമിക മതത്തിൻ്റെ മൂല്യങ്ങളും ഒരു പ്രബുദ്ധ പൗരൻ എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും ചേർത്ത് നിർത്താനുള്ള ഒരു ജീവിത ക്രമമാണ് മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് അനുവർത്തിച്ചു പോരുന്നത്. സ്വാതന്ത്ര്യം എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും ഏതൊരു മനുഷ്യൻ്റെയും അഭിലാഷമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും അടിച്ചമർത്തുകയും വംശഹത്യയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫലസ്തീനും റോഹിംഗ്യയും അതേപോലെയുള്ള പ്രദേശങ്ങളും അതിലെ ചില ഉദാഹരണങ്ങളാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ പോലും സ്വപ്നങ്ങളായി മാറിയ, പൂവണിയാത്ത സ്വപ്നങ്ങളായി അവശേഷിക്കുന്ന അനവധി പ്രദേശങ്ങൾ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ബോംബ് സ്ഫോടനങ്ങളുടെയും മിസൈൽ വർഷങ്ങളുടെയും ശബ്ദം കേട്ട് ഞെട്ടിത്തെരിക്കുന്ന ബാല്യങ്ങൾ, ഇസ്ലാമിക വേഷം ധരിക്കുവാൻ തടസ്സങ്ങൾ നേരിടുന്നവർ, ജുമാ ജമാഅത്തുകൾക്ക് പോവാൻ തോക്കുധാരികൾ തടസ്സം നിൽക്കുന്ന, അവരുടെ ആട്ടും തുപ്പും ഔദാര്യവും കാത്തിരിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായ ജീവിതങ്ങൾ. ഇതിനിടയിൽ നാം നമ്മളെക്കുറിച്ച് ഒന്നാലോചിക്കണം, ചിന്തിക്കണം. സ്വാതന്ത്ര്യവും നിർഭയത്വവും എന്നുള്ളത് ഒരു വലിയ മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ആസ്വദിക്കുന്നവരാണ്, ആവോളം ആസ്വദിക്കുന്നവരാണ് നാം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്നുള്ളത്. നാളെ പാരത്രിക ലോകത്ത് നമ്മൾ അനുഭവിച്ച സുഖങ്ങളെ സംബന്ധിച്ച്, സുഖാനുഭവങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് തക്കാസുറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ തസ്അലുന്ന യൗമഇദിൻ അൻ ശുക്രി മാ അൻഅമല്ലാഹു ബിഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നിങ്ങൾ കഴിഞ്ഞിരുന്നുവോ എന്നുള്ളതിനെ കുറിച്ച് അല്ലാഹു തആല നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടും. അതിലൊന്ന് മിൻ സിഹ്ഹതി, നിങ്ങൾക്കുള്ള ആരോഗ്യമാണ്. മറ്റൊന്ന് വൽ അംന്, നിങ്ങൾക്ക് ജീവിക്കുവാൻ ഉതകുന്ന വിധത്തിൽ നിർഭയത്വമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുവാനുള്ള ഒരു നിർഭയത്വം, ആ നിർഭയത്വത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് ആ നിലക്ക്
നമ്മൾ നിർഭയത്വത്തോടുകൂടി രാവിലെ എഴുന്നേൽക്കുന്നു, നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കുന്നു, നിർഭയത്വത്തോടുകൂടി ഇന്ന് ഈ ദിവസം നമ്മൾ ജുമുഅയിൽ പങ്കെടുക്കുന്നു. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ, അത്തരത്തിൽ സന്ദേഹത്തോടെ ചോദിക്കുന്ന, അത്തരത്തിൽ സന്ദേഹങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ, സ്വന്തത്തോട് ചില ചോദ്യങ്ങൾ അത്തരം ആളുകൾ ചോദിക്കണം. ഞാനും നിങ്ങളും ചോദിക്കണം. എനിക്കും നിങ്ങൾക്കും ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചു, നിർഭയത്വത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കുവാൻ, ഈ രാജ്യത്ത് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുവാൻ ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നാം എന്ത് ചെയ്തു എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. പലതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, അകത്തും പുറത്തുമുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അതിനെക്കുറിച്ച് സന്ദേഹപ്പെടാറുണ്ട്, അതിനെക്കുറിച്ച് ആകുലപ്പെടാറുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 41-ാമത്തെ സൂക്തത്തിൽ അപ്രകാരം നല്ല നിലയിൽ സ്വാധീനം നൽകിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വിശ്വാസികളായ ആളുകൾ ചെയ്യുക എന്നുള്ളത്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർള് അഖാമുസ് സ്വലാത്ത് വആതുസ് സകാത്ത് വഅമറൂ ബിൽ മഅറൂഫ് വനഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. അല്ലാഹു തആല പറയുകയാണ്, അത്തരത്തിൽ ഭൂമിയിൽ അത്തരം ആളുകൾക്ക് സ്വാധീനം ലഭിച്ചു കഴിഞ്ഞാൽ അഖാമുസ് സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാണ്, വആതുസ് സകാത്ത്, അവർ സക്കാത്ത് നൽകുന്നവരായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഈ മണ്ണിൽ നമസ്കരിക്കുവാനുള്ള സ്വാധീനമുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിനുള്ള പള്ളികളുണ്ട്, ജുമാ നമസ്കാരത്തിനുള്ള പള്ളികളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ജമാഅത്ത് നമസ്കാരം, നമ്മുടെ നമസ്കാരങ്ങൾ അതൊക്കെ കൃത്യമായി മുറ പോലെ നിർവഹിക്കുന്നവരായി നാം മാറിയിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. നമ്മുടെ സമ്പത്തിൽ നിന്നും കൃത്യമായിട്ട് വിഹിതം ചേർത്ത് സക്കാത്ത് നൽകുവാൻ നാം എത്ര കണ്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും നാം ആലോചിക്കുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ കാര്യം വഅമർ ബിൽ മഅറൂഫ് വനഹൂ അനിൽ മുൻകർ, അവരെ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്നും വിലക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ മതം, ആ മതത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ മതത്തെ പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണ് നമുക്ക് നൽകുന്നുണ്ട്. ഓരോ വ്യക്തി കേന്ദ്രീകൃതമായും അതേപോലെ സംഘടനാപരമായും പല നിലക്കുമുള്ള ദഅവാ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ട് നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ, അതേപോലെ സംശയത്തിന്റെ നിഴൽ പരത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ, ആളുകൾക്കിടയിൽ ഇറങ്ങി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ ഈ രാജ്യത്ത് അനുവദിച്ച ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ബാധ്യതകൾ ചെയ്തുവോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ മതേതര സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിആരികും, നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കാത്ത, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ആളുകളോട് നീതി കാണിക്കുവാനും അവിടെ നന്മ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്രകാരം നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തു പോകാതെ, നമ്മുടെ വീടുകളിൽ നിന്നും വീട് വിട്ട് ഇറങ്ങിപ്പോകാതെ, നമ്മളോട് ഒരു നിലക്കുമുള്ള യുദ്ധത്തിനും വരാതെ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നൽകുന്നുണ്ട് എങ്കിൽ ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ബാധ്യതയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ജീവിക്കുന്ന നാടും പ്രദേശവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ബന്ധമുള്ള ഇടമാണ് എന്നുള്ളതാണ്. അവിടെ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കണം ഏതൊരു വിശ്വാസിയും.
അതൊരു വിശ്വാസി ആഗ്രഹിക്കേണ്ട കാര്യമാണ്. തന്റെ കൂടപ്പിറപ്പുകൾ ജീവിക്കുന്ന പ്രദേശത്തിനായി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മളും നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കുകയും ഈ നാട്ടിൽ ജീവിക്കുന്ന നാട്ടുകാർക്ക് ഫലങ്ങളും കായ്കനികളും നൽകണേ എന്ന് റബ്ബിനോട് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന, അത് ഓരോ വിശ്വാസികളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഒരു നാട്ടിൽ ഭരണാധികാരികൾ മാറി മറിഞ്ഞേക്കാം, അതേപോലെ രാജ്യത്തിന്റെ വിവിധ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നെന്നിരിക്കാം. പക്ഷേ ആ മണ്ണിനോടുള്ള, സ്വന്തം രാജ്യത്തോടുള്ള ഒരു വികാരം അത് ഏത് സമയത്തും ഒരു വിശ്വാസിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ആട്ടിപ്പുറത്താക്കിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും വിടവാങ്ങി പോകുന്ന ഒരു രംഗം, വൈകാരികമായ രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ, ഹിജ്റയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ മക്കയിൽ നിന്നും വിട പറഞ്ഞിട്ട് മക്കയുടെ അതിർത്തിയിലെത്തിയിട്ട് മക്കയെ നോക്കിക്കൊണ്ട് പറയുന്ന ചില വർത്തമാനമുണ്ട്. യാ മക്ക മാ അത്യബു മിൻ ബലദിൻ വഹബ്ബകി ഇലയ്യ വലൗലാ അന്ന ഖൗമി അഖറജൂനി മിൻക മാ സകനതു ഗൈറുക. ഇതാ മക്ക, നിന്നെക്കാളും ഉത്തമമായ ഒരു പ്രദേശം എനിക്കില്ല, നിന്നെക്കാളും നല്ലൊരു പ്രദേശം എനിക്കില്ല. എന്റെ ജനത, നിന്റെ ജനത എന്നെ ഈ നാട്ടിൽ നിന്നും മാറ്റി പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഈ ദേശം വിട്ട്, ഞാൻ ഈ പ്രദേശം വിട്ട് പോകില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാടിനോടുള്ള വളരെ വലിയൊരു വികാരം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. എന്നിട്ട് മദീനയിലെത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹുബ്ബിനൽ മക്ക ഔ അശദ്. അല്ലാഹുവേ, ഈ മദീനയെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റണേ. മക്കയെക്കാളും, മക്കയെ പോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദേശമാക്കി, പ്രദേശമാക്കി ഞങ്ങളെ സ്വീകരിച്ച ഈ മദീനയെ നീ നല്ലതാക്കി തീർക്കണേ. ഇവിടത്തെ ഓരോന്നിലും നീ ബർക്കത്തിനെ നീ ഞങ്ങൾക്ക് ചൊരിയണേ. ഇവിടെ ഞങ്ങൾക്ക് ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു പ്രദേശമാക്കി, രോഗങ്ങളിൽ നിന്നും മുക്തമായ ഒരു പ്രദേശമാക്കി ഈ പ്രദേശത്തെ മാറ്റണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് ഇദാ ഖദിമ മിൻ സഫരിൻ, പ്രവാചകൻ യാത്ര കഴിഞ്ഞ് വരുമ്പോ ഫനളറ ഇലാ ജുദാറത്തിൽ മദീന, മദീനയുടെ അതിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോ പ്രവാചകൻ ഒന്നുകൂടി തന്റെ യാത്രാമൃഗത്തെ വേഗത്തിലാക്കും. പ്രവാചകന് മദീനയോടുള്ള ഇഷ്ടം കൊണ്ട്, തന്റെ പ്രദേശത്തോടുള്ള ഇഷ്ടം കൊണ്ട്, തനിക്ക് തന്റെ വീടിനോടുള്ള, തന്റെ നാടിനോടുള്ള, തന്റെ വീട്ടുകാരോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്നുകൂടി പ്രവാചകൻ ആ യാത്രാമൃഗത്തെ വേഗത്തിലാക്കി മദീനയിലേക്ക് വേഗം എത്താൻ വിതുമ്പൽ കൊണ്ടിരുന്നു എന്ന് സ്വഹാബ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്ന ചില വാക്യങ്ങളുണ്ട്. ഒഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഫളി മദീന, ഈ ഹദീസിൽ മദീനയുടെ ശ്രേഷ്ഠതയുണ്ട്. വഅലാ മശ്റൂഅത്തിൻ ഹുബ്ബുൽ വതൻ, അതേപോലെ ഒരു രാജ്യത്തോടുള്ള സ്നേഹത്തെ സംബന്ധിച്ചും ഈ ഹദീസ് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാടിനെ സ്നേഹിക്കുന്നു, പിന്നീട് താമസിക്കുന്ന പ്രദേശത്തെ സ്നേഹിക്കുന്നു. വളരെയധികം അങ്ങോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നാം ഓരോരുത്തരും നമ്മുടെ രാജ്യത്തെ അപ്രകാരം സ്നേഹിക്കുന്നവരാണ്. വിശ്വാസികളായ ആളുകളെ, മുസ്ലിമീങ്ങളായ ആളുകളെ രാജ്യസ്നേഹം പഠിപ്പിക്കുവാൻ ചില ആളുകൾ ഇന്ന് മെനക്കെടുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരം ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃക ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. ഞങ്ങളുടെ ജനിച്ച മണ്ണിനെ എപ്രകാരം സ്നേഹിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നും, ഞങ്ങളുടെ പൂർവികർ ഈ നാടിന് വേണ്ടി പടപൊട്ടി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യവും ഈ മണ്ണും അത് ഞങ്ങൾ സംരക്ഷിക്കുമെന്നും അത്തരം ആളുകളോട് ഉറക്കെ പറയുവാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. നാടിനും സമൂഹത്തിനും നന്മയുള്ള ഏത് പ്രവർത്തനത്തോടും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. ഒരു വിശ്വാസി അത്തരത്തിൽ നാടിന് നന്മയുള്ള, അതേപോലെ നാട്ടുകാർക്ക് നന്മയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വിശ്വാസി ചേർന്ന് നിൽക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പേയുള്ള ഒരു കാലഘട്ടം,
ആ കാലത്ത് മക്കയിലേക്ക് വ്യാപാരത്തിന് വന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം മക്കയിലെ ഒരു പ്രമാണിയായ വ്യക്തിയോട് വ്യാപാരം നടത്തി. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത്ര പണം ലഭിക്കുന്നില്ല, അദ്ദേഹം ഉദ്ദേശിച്ചത്ര കൂലി ലഭിക്കുന്നില്ല. വളരെ അനീതിപരമായിട്ടാണ് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു വ്യാപാരി, ഒരു പ്രമാണി പെരുമാറിയത്. അദ്ദേഹം പരാജയമായി പല ആളുകളുടെ അടുക്കലേക്കും ചെന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് മറ്റേ എതിർ നിൽക്കുന്ന വ്യക്തി മക്കയിലെ പ്രമാണി എന്നിരിക്കെ പല ആളുകളും അദ്ദേഹത്തിന് നീതി നടപ്പിലാക്കുവാൻ, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുവാൻ പല ആളുകളും തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നാൽ ആ സമയത്ത് ചില യുവാക്കൾ ഒരുമിച്ച് കൂടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം, മറ്റു ഗോത്രങ്ങൾ, പല ഗോത്രത്തിലെയും പല ആളുകൾ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ആ വ്യക്തിക്ക് നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അവിടെ പ്രധാനമായ ഉടമ്പടികൾ ഉണ്ടാവുകയാണ്. അന്യായം ചെയ്യപ്പെട്ട ആളുകളെ ഈ മക്കയിൽ സംരക്ഷിക്കുമെന്നും ഗോത്രം, മതം, സാമൂഹിക നില എന്നിവ നോക്കാതെ ബലഹീനരായ ആളുകൾക്ക് നീതി നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു ആ ഉടമ്പടിയുടെ ഉള്ളടക്കം. ഈ ഉടമ്പടിയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വാചാലമായി പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ചുവന്ന ഒട്ടകത്തെക്കാളും ഞാൻ ആ ഉടമ്പടിയെ വിലമതിക്കുന്നുണ്ട്. ഇസ്ലാമും അത്തരമൊരു സഖ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഞാനത് സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മർദ്ദിതന്റെ കൂടെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യായത്തിനെതിരെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനീതിക്കെതിരെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിന് മുമ്പും ശേഷവും ഒരു നാട്ടിൽ, നമ്മുടെ ഈ പ്രദേശത്ത് നാടിന് വിരുദ്ധമായിട്ട്, അന്യായമായിട്ട്, നീതിക്ക് നിരക്കാത്ത നിലയിൽ പല നിലക്കുമുള്ള ആക്രമണങ്ങളോ പല നിലക്കുമുള്ള പ്രശ്നങ്ങളോ ഉണ്ടാക്കുമ്പോൾ അവിടെ നീതിയോടൊപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് അവിടങ്ങളിൽ നീതി നടപ്പിലാക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ്. എന്റെ സംഘടനയിൽപ്പെട്ടയാളല്ല, എന്റെ സംഘടനയുമായി ബന്ധമില്ല, ഞാനുമായി ബന്ധമില്ല, എന്റെ മതവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒരാളെയും അനീതിപരമായിട്ട് ഒരു നിലക്കുമുള്ള ആക്രമണത്തിന് വിധേയമാക്കാൻ പാടില്ല എന്ന പാഠങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മദീനയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യം സന്ദർശിക്കുന്നത് ആ മദീനയിലെ ജൂതരെയായിരുന്നു, ക്രൈസ്തവരെയായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ക്രൈസ്തവരെയും ജൂതരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടിനൊരു ഭരണഘടന ഉണ്ടാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് തൊട്ടരികിൽ നിർഭയനായിക്കൊണ്ട് ഒരു ജൂതൻ പ്രവാചകന്റെ അവസാനം വരെ കിടന്നുറങ്ങിയിരുന്നു എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഏറ്റവും വലിയ മതേതരവാദിയുടെ തെളിവാണ് നമുക്ക് അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത്. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും എല്ലാ മനുഷ്യരെയും അംഗീകരിക്കുകയും എല്ലാവരോടും നീതിയോടുകൂടി വർത്തിക്കുകയും തന്റെ മതം പ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്റെ മതമനുസരിച്ച് അനുവർത്തിക്കുന്നതോടൊപ്പം മറ്റുള്ളവനെ അവന്റെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും പ്രവാചകന്റെ മദീനയിൽ വകവെച്ച് നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രാജ്യം നമ്മുടെ ഈ രാജ്യം. ഇത് ഏതൊരു മതവിശ്വാസിക്കും, മതമുള്ളവനും മതമില്ലാത്തവനും ജീവിക്കുവാനും അവന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും അവന്റെ ആദർശമനുസരിച്ച് ജീവിക്കുവാനും അവന്റെ ജീവിതത്തിൽ നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും പരസ്യമായി ചെയ്യുവാനും ഒക്കെ സ്വാതന്ത്ര്യം വകവെച്ച് നൽകുകയും അതുപോലെ തന്നെ ആ മതം ഉൾക്കൊണ്ട് അത് പ്രബോധനം ചെയ്യുവാനുള്ള വഴികൾ ഈ നാടിന്റെ നിയമങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ഭരണഘടനയും ആ നാടിന്റെ നന്മക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്താണ് താൻ ജീവിക്കുന്ന നാടിനൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. തന്നെ ആക്രമിച്ച, തന്നെ ജയിലിലാക്കിയ നാടിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുവാനാണ് യൂസുഫ് അലൈഹിസ്സലാം തയ്യാറാകുന്നത്. അമുസ്ലിം ഭരണാധികാരിക്ക് കീഴിൽ നാടിന്റെ നന്മക്കായി ഭക്ഷ്യവകുപ്പ് മന്ത്രാലയം ഏറ്റെടുത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ഭരണം നടത്തി യൂസുഫ് അലൈഹിസ്സലാം. ആ മാതൃകയാണ് മൗലാന
അബുൽ കലാം ആസാദ് ഈ രാജ്യത്ത് നമുക്ക് കാണിച്ചു തന്നത്. അതേപോലെ ഒട്ടനവധി വിശ്വാസികൾ കുഞ്ഞാലി മരക്കാറെ പോലെ, ടിപ്പു സുൽത്താനെ പോലെ, മൗലാന ജൗഹർ അലിയെ പോലെ ഒരുപാട് പൂർവികർ പണിത രാജ്യമാണ് നമ്മുടെ ഈ മണ്ണ് എന്നുള്ളത്. ഈ മണ്ണിനെ മതത്തിന്റെ പേരിൽ വിഭജിക്കുവാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. മതത്തിന്റെ പേര് പറഞ്ഞ് പല നിലക്കും ആളുകളെ ഭിന്നിപ്പിക്കുവാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലതും അറിയുന്നുണ്ട്. ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികൾ അവർ ഭരണത്തിലേറിയത് അത് കൃത്യമായ നാടിന്റെ വ്യവസ്ഥയിലൂടെയല്ല എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഹൈദരാബാദും അഹമ്മദാബാദും പോലെയുള്ള ചില സ്ഥലങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളുടെ പേരും പറഞ്ഞ് അത്തരം പള്ളികൾ പൊളിക്കുവാനും നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള ആക്ഷേപങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനെതിരെ, അതേപോലെ മുസ്ലിം സമൂഹത്തിനെതിരെ പല നിലക്കുമുള്ള തിട്ടൂരങ്ങൾ പല ആളുകളും ഇറക്കുന്ന ഈ സാഹചര്യത്തിൽ നാം ചെയ്യേണ്ടത് നാട് വിടുകയോ നിയമം ലംഘിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഈ നാട് നമുക്ക് വകവെച്ച് നൽകിയ ഭരണഘടനാ സംവിധാനമുണ്ട്. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിയമപരമായ പോരാട്ടങ്ങൾ നടത്തുകയും ജനാധിപത്യ രൂപത്തിലുള്ള സമരരീതികൾ സ്വീകരിക്കുകയുമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് അതിനെല്ലാം മാതൃക. പ്രവാചകന്മാരാണ് നമുക്ക് അതിനെല്ലാം മാതൃക. അപ്രകാരം നാടിന്റെ നന്മക്കായി പ്രവർത്തിക്കുന്ന നല്ലൊരു പൗരനായി, നല്ലൊരു മുസ്ലിമായി നാം ജീവിക്കുക. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. والصلاة والسلام على رسول الله وعلى آله وعلى സമമായ ബോധ്യത്തോടുകൂടി നാടിന്റെ നിർമ്മത്തിൽ പ്രവാചകന്മാരുടെ മാത്രം നാം ചുരുങ്ങിയ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വലിയൊരു ദൗത്യം നമ്മളറിഞ്ഞ സത്യം സംബോധന, അതിനുവേണ്ടി നാം എന്ത് ചെയ്യുകയും പലതിനക്കും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു കാലം. നമ്മൾ നമ്മുടെ വാട്സപ്പ് തുറന്നാൽ എത്രയോ ആളുകളുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗങ്ങളാണ്. അതിൽ ഏത് നിലക്കുള്ള തമാശകളും ഏത് നിലക്കുള്ള രാഷ്ട്രീയവും ഏത് നിലക്കുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. യുവാക്കളാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ, അതേപോലെയുള്ള സ്നാപ്ചാറ്റുകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ, അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെയും ഷെയർ ചെയ്യുകയും സ്റ്റോറിയാക്കുകയും അതുപോലെ റീൽസുകൾ കാണുകയും ഒക്കെ, റീൽസുകൾ ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി നാം എത്ര കണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, അള്ളാഹുവെ പരിചയപ്പെടുത്തുന്ന ഒരു വചനം, അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഒരു വചനം, സൂറത്തുൽ ഇഖ്ലാസും അതിന്റെ അർത്ഥവും അതിന്റെ പരിഭാഷയും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അത്തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുവാനും
നാം എത്ര കണ്ട് തയ്യാറായിട്ടുണ്ട്? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടമാണ് പല നിലക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ഇസ്ലാമികമായ പ്രബോധനത്തിൽ നാം മുന്നിട്ടിറങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും പല തിരക്കുകളാണ് നമ്മൾ പറയാറ്. കച്ചവടം എന്ന തിരക്ക് നമ്മൾ പറയാറുണ്ട്, ജോലിയുടെ തിരക്കുകൾ നമ്മൾ പറയാറുണ്ട്, പല നിലക്കുമുള്ള പല ന്യായങ്ങളും നമ്മൾ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത്, അതല്ലെങ്കിൽ നമുക്കറിയാത്തൊരു വ്യക്തി റോഡിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ അവന്റെ ഇരുചക്ര വാഹനത്തിന്റെ സ്റ്റാൻഡ് അവൻ തട്ടിയിട്ടില്ല എങ്കിൽ എത്രയോ ഉറക്കെ നമ്മൾ വിളിച്ചു പറയും സ്റ്റാൻഡ് തട്ടാൻ. അതിനൊരു കാരണമുണ്ട്. ആ സ്റ്റാൻഡ് അവൻ വളയുന്ന അവസരത്തിൽ തട്ടി അവൻ മറിയുകയോ വീഴുകയോ അപകടം സംഭവിക്കുകയോ ഒക്കെ ചെയ്തേക്കാം എന്ന് നമുക്കറിയുന്നത് കൊണ്ടാണ്. എന്നാൽ നമുക്കതിലേറെ അറിയുന്ന ഒരു കാര്യമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത, വഹയുടെ അടിസ്ഥാനത്തിൽ നമ്മോട് പ്രബോധനം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ. മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ അവനെ സ്വർഗമെന്നുള്ളത് നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ശിർക്കിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഒട്ടനവധി നാനാവിധ ആരാധ്യമൂർത്തികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. പല നിലക്കുമുള്ള കല്ലുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, പല നിലക്കുമുള്ള വിഗ്രഹങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ഖബറാളികളെ വിളിച്ച് സഹായം തേടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ, മമ്പരന്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ, സിഎം വലിയുള്ളാഹിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇത്തരത്തിലുള്ള കുടുംബക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇത്തരത്തിലുള്ള നാട്ടുകാർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇതൊക്കെ വൻ ശിർക്കാണ്, വൻ പാപമാണ്, വൻ പാതകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ് എന്ന് നമുക്കറിയാം. തൊണ്ടയുടെ അത്രയും തൊണ്ടനാടിയേക്കാൾ നമുക്ക് ഏറ്റവും അടുത്തവനായ നമ്മുടെ റബ്ബിനോട് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും ആ റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടുവാനും പാടുള്ളൂ എന്നറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ സത്യം നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. എന്നിട്ട് അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നമുക്ക് കഴിയുന്ന നവമാധ്യമങ്ങൾ ഉപയോഗിക്കാം. നമ്മുടെ ദിനചര്യയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മീഡിയകളും എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കാം. അതെല്ലാം ഉപയോഗപ്പെടുത്തി ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൈമാറുവാനും അതിന്റെ പ്രബോധനത്തിന്റെ ഭാഗമാകുവാനും നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. കായികപരമായ രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരം ചായ കുടിക്കാൻ നമ്മൾ ചായപ്പീടികയിൽ പോയിരുന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മണിക്കൂറുകളോളം ഒരു ചായയും വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ആ സമയത്ത് ഒന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനോ അത്തരം ആളുകളോടൊന്ന് പറയുവാനോ നല്ലതൊന്ന് സംസാരിക്കാനോ നല്ലതൊന്ന് കൈമാറുവാനോ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. ഒരു സ്റ്റാറ്റസ് വെച്ചുകൊണ്ടെങ്കിലും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് നമ്മുടെ വലിയ അനുഗ്രഹമായ ഈ രാജ്യത്തുള്ള നമുക്കുള്ള മതസ്വാതന്ത്ര്യം, മതം പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതോടൊപ്പം ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ച സ്വാതന്ത്ര്യം അത് വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദഅവാ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ തയ്യാറാകണം. അത്തരത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നവരായി നാം മാറുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ എന്നും സമാധാനമുള്ള സന്തോഷമുള്ള നാടായി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിനെ വിഭജിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കക്ഷികളെ തൊട്ട് അല്ലാഹു തആല ഈ രാജ്യത്തെ കാത്ത് സംരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വർഗീയതയ്ക്ക് വേണ്ടി ആളുകളെ കൂട്ടുകയും വർഗീയത പുലമ്പുകയും വർഗീയതയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകളെ തൊട്ട് അല്ലാഹു തആല ഈ നാടിനെ കാത്ത് സംരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ വർഗീയതയിൽ നിന്നും ഭൂരിപക്ഷ വർഗീയതയിൽ നിന്നും അല്ലാഹു തആല ഈ രാജ്യത്തെ വിശ്വാസികളെ മുസ്ലിം യുവാക്കളെ എല്ലാം കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മൾ ചെയ്തു പോയ എല്ലാവിധ വലുതും ചെറുതുമായ പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ചെയ്തു പോയ പാപങ്ങൾ റഹ്മാനായ റബ്ബ് അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ഞെരുക്കത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ അല്ലാഹു തആല ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നീക്കി ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ടും നമ്മയെല്ലാം കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവർക്ക് അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് വന്നുകൊണ്ടിരുന്ന, ജുമാഅക്ക് വന്നുകൊണ്ടിരുന്ന, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പല ആളുകളും രോഗങ്ങൾ കാരണം കൊണ്ട് പങ്കെടുക്കുവാൻ കഴിയാതെ വീടുകൾ വിശ്രമിക്കുമ്പോൾ അവർക്ക് മുമ്പ് വന്നതിന് ആ ഒരു നിയ്യത്തിനനുസരിച്ച് ഈ സമയത്തും അല്ലാഹു തആല അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാ ആളുകളും ബർസഖിന്റെ ലോകത്ത് കഴിയുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ലോകം പ്രകാശപൂരിതമായി സന്തോഷത്തോപ്പാക്കി സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ ബർസഖിന്റെ ലോകവും അപ്രകാരം സന്തോഷമുള്ള സ്വർഗത്തോപ്പാക്കി നാഥൻ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിൽ നിന്നും മലായിക്കത്തുകൾ വന്നുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന കുടുംബമായി നമ്മുടെ കുടുംബത്തെ അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം അല്ലാഹു തആല നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ ഏറ്റുവാങ്ങി കുടിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ സുന്നത്തിന്റെ അനുയായികളായി നാഥൻ നമ്മെ എല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനൽ മുസ്ലിമീന വൽ മുജാഹിദീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ ഇൻസുർ ഇഖ്വാനൽ മുസ്ലിമീന വൽ മുജാഹിദീന ഫീ ഫലസ്തീൻ. اللهم اصلح احوال المسلمين في كل مكان. اللهم اصلح حال اخواننا واهلنا في فلسطين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا اعداء الدين. اللهم اهلك اليهود والمشركين. اللهم الف بين قلوبنا واصلح ذات بيننا. اللهم الف بين قلوب الموحدين. اللهم الف بين قلوب المسلمين. اللهم الف بين قلوبنا واصلح ذات بيننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.